നിങ്ങൾക്കറിയാം കർക്കിടകം തുടങ്ങിയ സമയം മുതൽ രാമായണ മാസം ആരംഭം അത് തുടങ്ങി ആ രാമായണത്തിൻ്റെ വായന ഉൾപ്പെടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നത്തിന് ഉൾപ്പെടെയുള്ള ഒട്ടേറെ ചോദ്യങ്ങൾ ഞാൻ കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ അത്തരത്തിലുള്ള മത്സരങ്ങൾ അതിൽ പങ്കെടുക്കുവാൻ കുഞ്ഞുങ്ങൾ എത്തിച്ചേർന്നതും ഞാൻ കണ്ടതാണ്. അതൊക്കെ വലിയ പ്രത്യേകതകളാണ് എന്നുള്ളതാണ്. ഈ രാത്രി ഈ 8 മണി സമയത്ത് പോലും ഇത്തരത്തിൽ ഇവിടെ അടുത്തുള്ള ആൾക്കാരെല്ലാം ഇവിടെ കൂടിയിരിക്കുകയെന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഹരിയെ ഞാൻ വഴക്ക് പറഞ്ഞ് വരികയായിരുന്നു. കൊല്ലത്ത് വെച്ച് എനിക്ക് ഇടയ്ക്ക് തിരിച്ചൊക്കെ വീട്ടിൽ പോകണം എന്നുള്ളൊരാഗ്രഹം തോന്നിയതാണ്. പക്ഷേ ഒരു അമ്പലമാണ്, അമ്പലത്തിൽ വരാതിരുന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കൊണ്ടാണ് കണ്ടത്. മറ്റൊന്ന് നമുക്കറിയാം, നമ്മുടെ ശ്രീരാമ ക്ഷേത്രമെന്ന് നമ്മൾ ഇന്നും പറയുമ്പോഴും ഈ അമ്പലവുമായി കണക്ട് ചെയ്ത് നമ്മുടെ ശബരിമലയിലേക്ക് ഒരു റൂട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട റോഡുണ്ടായി. ഇവിടുത്തെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടുത്തെ ജനങ്ങളുമെല്ലാം ആഗ്രഹിച്ച ആ റോഡ് നമ്മളിപ്പോൾ 10 കോടിക്ക് എത്തിയിരിക്കും. അതിൻ്റെ ഉദ്ഘാടനം നടത്തിയില്ലെങ്കിലും ആ വർക്ക് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണി എത്രയും പെട്ടെന്ന് നമുക്ക് പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിൽ അതിവിടെ ഈ അമ്പലം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആ അമ്പലത്തിൻ്റെ മുന്നിലൂടെ നമുക്ക് ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തരത്തിലുള്ള റോഡ് ചെയ്യുക നമുക്ക് കിട്ടും. പിന്നെ ഇവിടെയെല്ലാം ഒരു ആഗ്രഹം, ഇവിടെ അടുത്തൊരു ലൈറ്റ് ഇട്ട് കൊടുക്കണമെന്ന് ആ ഹൈമാക്സ് ലൈറ്റും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാനുള്ള സംവിധാനം ഞാൻ വരുന്ന ദിവസം